അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ 7-ാം ദിനമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 6 നോയമ്പുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പിടിച്ചു വീടുവാൻ നമുക്ക് സാധിച്ചു. അള്ളാഹുവിൻ്റെ കരുണ, കാരുണ്യം, അവൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഇനി വരാനിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ നോയമ്പുകളും നല്ല നിലയിൽ അമലുകൾ അധികരിപ്പിച്ചുകൊണ്ട്, ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം അത് എത്ര പറഞ്ഞാലും തീരുന്നതല്ല. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം എന്നതിലുപരി മനുഷ്യൻ്റെ പാപങ്ങളെ കഴിച്ചു കളയുന്ന പുണ്യമാസം എന്നുകൂടി ഈ മാസത്തെ പറയേണ്ടി വരും. ലോകത്തുള്ള മനുഷ്യരുടെ, സഹജീവികളുടെ വിശപ്പും ദാഹവും എന്താണ് എന്ന് നമ്മൾ അറിയുന്നതിനും, മറ്റുള്ള പ്രയാസങ്ങൾ, സങ്കടങ്ങൾ മനസ്സിലാക്കുന്നതിനും, പരോപകാരപ്രദമായി നാം നമ്മുടെ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നോയമ്പിനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടത്. കാരണം ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട്, പ്രതിഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് നല്ല നിലയിൽ ഇബാദത്ത് ചെയ്യുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നിരവധി ആളുകൾ നോയമ്പും പിടിച്ചുകൊണ്ട് പലരും നമ്മുടെ വീടുകളിൽ സഹായ അഭ്യർത്ഥനയായി വരാറുണ്ട്, പള്ളികളിൽ വരാറുണ്ട്. ഒരുപാട് പേര്, ആവശ്യക്കാർ നമ്മുടെ മുമ്പിൽ റമദാൻ മാസത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നേരിട്ടായാലും ഒക്കെ കൂടുതൽ സഹായങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഒരു മാസമാണ്. ഈ സഹായങ്ങൾ ചോദിക്കുന്നവർ നമുക്ക് സഹായങ്ങൾ നൽകുന്നതിന് അർഹതപ്പെട്ടവരാണോ എന്നുകൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം സഹായങ്ങൾ നൽകേണ്ടത്. ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിഫലമുള്ള മാസമാണ്. ഒരു ദാനധർമ്മത്തിന്, ഒരു സദക്കയ്ക്ക്, ഒരു സക്കാത്തിന് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വർഷക്കാലം നമ്മൾ 11 മാസവും നല്ലപോലെ 3-4 നേരം ഭക്ഷണം കഴിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നല്ല നിലയിൽ സാധിച്ച് ക്രമമായൊരു ജീവിതം നയിക്കുന്ന നമുക്ക് നമ്മുടെ ദൈനംദിന ദിനചര്യകളിൽ ഒരു മാറ്റം വരുന്ന റമദാൻ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമുണ്ട്. നമ്മളെല്ലാവരും റമദാനെ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ആത്മാർത്ഥമായ നിലയിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ റമദാനിൽ കൂടുതൽ ഇബാദത്ത്